ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ റിവിഷൻ സീരീസിലെ പാർട്ട് 3യിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിലും 5 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിയറി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഇവ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നല്ല. എല്ലാ ഭാഗങ്ങളും വ്യക്തമായ രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവയിൽ ഏറ്റവും കൂടുതലായി ആവർത്തിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്നത് ഒട്ടുമിക്ക ചോദ്യപേപ്പറുകളിലും വന്നിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തിന് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് പൊളിറ്റിക്കൽ തിയറി, രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് കൂടി നമുക്ക് പറഞ്ഞിട്ട് മുമ്പോട്ട് നീങ്ങാം. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ വെരി റെലവൻറ്റ് ടു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ. വിവിധ വിഭാഗം ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഈ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്ന പഠന മേഖല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയ പ്രവർത്തകർ, ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥർ, ഇൻഡിവിജ്വൽസ്, ഏത് വ്യക്തികളായാൽ തന്നെയും, അതോടൊപ്പം തന്നെ ജഡ്ജസ്, പിന്നീട് ലോയേഴ്സ്, വക്കീലന്മാർ, പിന്നീട് സോഷ്യൽ വർക്കേഴ്സ്, ജേർണലിസ്റ്റുകൾ, പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററി ഒഫീഷ്യൽസ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, മനുഷ്യാവകാശ പ്രവർത്തകർ, ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നതും നിയമങ്ങൾ എന്ന് പറയുന്നതും എല്ലാം മനസ്സിലാക്കി വെക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇനി അവർക്ക് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് ആവശ്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടുഡേയ്സ് സ്റ്റുഡൻസ് ആർ ദ സിറ്റിസൺസ് ഓഫ് ദിസ് ഫ്യൂച്ചർ. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരും, നാളത്തെ ഉദ്യോഗസ്ഥരും, നാളത്തെ പോലീസ് ഓഫീസേഴ്സും, നാളത്തെ മിലിറ്ററി പ്രൊഫഷണൽസും, ജേർണലിസ്റ്റും എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് റെലവൻറ്റ് ടു ദ സ്റ്റുഡൻസ് ഓൾസോ. ദേ ആർ ബൗണ്ട് ടു ലേൺ പൊളിറ്റിക്കൽ തിയറി. മാത്രമല്ല, അവകാശങ്ങളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതിന്, ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതിന്, സ്വന്തം രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിന് എല്ലാം തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ തിയറിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആവശ്യം ഉണ്ട്. മാത്രമല്ല, പൊളിറ്റീഷ്യൻസ് ഓർ ദ ബ്യൂറോക്രാറ്റ്സ് വിൽ ബിക്കം റെസ്പോൺസിബിൾ ഓൺലി വെൻ ദ സിറ്റിസൺസ് ആർ അവെയർ ഓഫ് പൊളിറ്റിക്സ്. ജനങ്ങൾക്കും രാഷ്ട്രീയ സിദ്ധാന്തത്തെപ്പറ്റി നല്ല ബോധമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം റെസ്പോൺസിബിളായിട്ട് പെരുമാറുകയുള്ളൂ. അവർക്ക് ഒരിക്കലും നമ്മളെ രാഷ്ട്രീയ സിദ്ധാന്തം അറിയാവുന്നവരെ പറ്റിക്കാനായിട്ട് കഴിയുകയില്ല. അത് ഒരു വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കുന്നതിനും, മറ്റ് സോഷ്യലിസത്തെ പറ്റിയായാലും, ഐഡിയലിസത്തെ പറ്റിയായാലും, ലിബർട്ടിയെ പറ്റിയായാലും, ഇക്കോണമിയെ പറ്റിയായാലും, എന്തിനെ പറ്റിയും ബോധവാന്മാരാകുന്നതിന് ഈ പറയുന്ന പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നതിൻ്റെ പഠനം വളരെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ടുള്ള ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിലേക്ക് പ്രവേശിക്കാം. സ്വാതന്ത്ര്യം, അതിൽ 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘമായ നടത്തം എന്ന് പറയുന്നത്. നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് അത്. ഹി ഫൗട്ട് അഗെയിൻസ്റ്റ് ദ അപ്പാർത്തൈഡ് പോളിസി ഓഫ് ദ വൈറ്റ് ഗവൺമെൻറ് ഇൻ സൗത്ത് ആഫ്രിക്ക. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതാണ് ഓങ് സാൻ സൂക്കി എന്ന് പറയുന്ന വനിത. അവരുടെ പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്. മ്യാൻമാർ എന്ന് പറയുന്ന പ്രദേശത്തെ ഫ്രീഡം ഫൈറ്ററാണ് അവരെന്ന് പറയുന്നത്. ഷീ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ മിലിറ്ററി റൂൾ ഇൻ മ്യാൻമാർ. അപ്പോൾ ആ 2 വ്യക്തികളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഈ 2 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. മറ്റൊന്നാണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ ദ യൂസ് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക.
ഇനി അടുത്തത് കൈൻഡ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതാണ്. അതിൽ വിവിധ തരം ലിബർട്ടികളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. നാച്ചുറൽ ലിബർട്ടി, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള അവകാശം. പേഴ്സണൽ ലിബർട്ടി, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. പൊളിറ്റിക്കൽ ലിബർട്ടി, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. എക്കണോമിക് ലിബർട്ടി, സാമ്പത്തിക സ്വാതന്ത്ര്യം. നാഷണൽ ലിബർട്ടി, ദേശീയ സ്വാതന്ത്ര്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി അതിന് അടുത്ത ഒരു ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഹാം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാനി സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് ലിമിറ്റേഷൻസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള നിയന്ത്രണം എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആൻ എമിനൻറ്റ് പൊളിറ്റിക്കൽ തിങ്കർ JS മിൽ. ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്ന വലിയ സൈദ്ധാന്തികനാണ് ഈ ഒരു ആശയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് എസ്സേയാണ് ഓൺ ലിബർട്ടി, സ്വാതന്ത്ര്യത്തെപ്പറ്റി എന്ന് പറയുന്നത്. ഓൺ ലിബർട്ടി, അത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി ക്യാൻ ഇൻ്റർഫിയർ ഇൻ ദ ഫ്രീഡം ഓഫ് ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്നാണ്. അതായത് സ്വയരക്ഷ, അതിനുവേണ്ടി മാത്രമേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നമുക്ക് ലംഘിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം ഹി ക്ലാസിഫൈസ് ദ ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻറ്റു 2. അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ആൻഡ് അതർ റിഗാർഡിങ് ആക്ഷൻ. അതായത് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസംബന്ധിയായ പ്രവർത്തനമെന്നും അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപര സംബന്ധിയായ പ്രവർത്തനമെന്നും. ഇനി സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദേ ആർ ദ ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ദ കോൺസിക്വൻസസ് ഓഫ് വിൽ അഫക്റ്റ് ഓൺലി ദാറ്റ് ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തനം ആ വ്യക്തിയെ മാത്രം അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ അല്ലെങ്കിൽ സ്വസംബന്ധിയായ പ്രവർത്തനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇഫ് ദ കോൺസിക്വൻസസ് ഓഫ് ദ ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അഫക്റ്റ് അതേഴ്സ് ദേ ആർ കോൾഡ് അതർ റിഗാർഡിങ് ആക്ഷൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റ് വ്യക്തികളെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് JS മില്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് അതിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കാറുള്ളത് നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി. അതായത് നിഷേധാത്മക സ്വാതന്ത്ര്യം, ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രണ്ടെണ്ണം പലപ്പോഴും ചോദിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അത് നെഗറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ ദർ ആർ നോ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. അതായത് ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ് നെഗറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ഈസ് ദാറ്റ് ലിബർട്ടി ടു ഡു വാട്ട് എവർ ഹി ഓർ ഷീ ലൈക്സ്. അതായത് ഇതിൽ വ്യക്തിക്ക് എന്ത് പ്രവർത്തിക്കും ഉള്ള സ്വാതന്ത്ര്യം ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബർട്ടി ഷുഡ് എൻഷുർ ദ നെസസറി കണ്ടീഷൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്താണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അതായത് ദ ഐഡിയൽ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൂ ഗവേൺസ് മീ ഈസ് ഐ ഗവേൺ മൈസെൽഫ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പോസിറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ ക്രിയാത്മക സ്വാതന്ത്ര്യത്തിൽ വരുന്നത് ആരാണ് എന്നെ ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ തന്നെയാണ് എന്നെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ലിബർട്ടി, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വരും. സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചേരുംപടി ചേർക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ്. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതായത് കുറേ ആൾക്കാരുടെ സൃഷ്ടികൾ പല അവസരങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എ ഹാബിറ്റ് ഓഫ് ബാനിങ് ദ പ്രോഡക്ട്സ് ഓർ ദ ഐഡിയാസ് ഓഫ് സം അതർ പേഴ്സൺസ്. അതായത് ഉദാഹരണത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണ്. ദീപ മേത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഫിലിമുണ്ട്, സിനിമ വാട്ടർ എന്ന് പറയുന്ന സിനിമ, അത് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതേപോലെ തന്നെ ഓബ്രി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രാമായണ റീറ്റോൾഡ് എന്ന് പറയുന്നത് ആ ഒരു സൃഷ്ടിയും കൂടെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സൽമാൻ റഷ്ദി എന്ന് പറയുന്ന ഇന്ത്യൻ ആംഗ്ലിക്കൻ റൈറ്റർ. അദ്ദേഹം സൽമാൻ റഷ്ദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സാത്താൻ്റെ വചനങ്ങൾ, സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്നതും നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊന്ന് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മാർട്ടിൻ സ്കോഴ്സസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകം, അതും ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് മീ നാഥുറാം ബോൽത്തെയ് എന്ന് പറയുന്ന പ്രദീപ് ദൽവി എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകവും നാടകവും അതും നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുനിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നീങ്ങാം. ചാപ്റ്റർ എന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ്, ഇല്ലെങ്കിൽ സമത്വം ആണ്. ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിതിൽ പറയുന്നത്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി എന്നുള്ളതാണ്. അതായത് സമത്വത്തിൻ്റെ 3 മാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. സമത്വത്തിൻ്റെ 3 മാനങ്ങൾ, 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, രാഷ്ട്രീയ സമത്വം; സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹ്യ സമത്വം; എക്കണോമിക് ഇക്വാളിറ്റി, സാമ്പത്തിക സമത്വം. ദീസ് ആർ ദ 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി. ഇതിൻ്റെ കുറച്ച് എക്സ്പാൻഷൻ എഴുതുമ്പോഴത്തേക്ക് ആ ഒരു എസ്സേ പോലെയുള്ള ക്വസ്റ്റ്യൻ ആകും. അതായത് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, പൊതുവായിട്ടുള്ള തൊഴിലുകൾ കൈവശം വയ്ക്കാനുള്ള ആവശ്യം, ഫ്രീഡം ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതെല്ലാം തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്, ഇനി രാഷ്ട്രീയ സമത്വത്തിൽ വരുന്നതാണ്. ഇനി സോഷ്യൽ ഇക്വാളിറ്റിയിൽ വരുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലാണ്. അതേപോലെ തന്നെ നോ ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ വരുന്നത് ഈ സോഷ്യൽ ഇക്വാളിറ്റിയിലാണ്. പിന്നീട് എക്കണോമിക് ഇക്വാളിറ്റിയിൽ വരുന്നതാണ്. സാമ്പത്തിക സമത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പോവേർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്, ഗെറ്റ് അഡ്യൂക്കേറ്റ് വേജസ്, നിശ്ചിത കൂലി ലഭിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്, റൈറ്റ് ടു ഗെറ്റ് അഡ്യൂക്കേറ്റ് ലെഷർ, അതായത് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന എക്കണോമിക് ഇക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് മാർക്സിൻ്റെ ഇക്വാളിറ്റിയിൽ മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുണ്ട്. പിന്നീട് ഇക്വാളിറ്റിയെ പറ്റിയുള്ള ലിബറൽ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഉദാരവാദക്കാരുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നീട് ഇതിലേറ്റവും പ്രധാനമായിട്ടും ആവർത്തിച്ചും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാളിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമത്വം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു 3 പോയിൻറ്റ്സ് ഉണ്ട്, 3 ഹെഡിങ്ങുകളിൽ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒന്നാമത്തേത് എസ്റ്റാബ്ലിഷ് ഫോർമൽ ഇക്വാളിറ്റി എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഔപചാരികമായ രീതിയിൽ സമത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഔപചാരിക സമത്വം സ്ഥാപിക്കുക, അതാണ് എസ്റ്റാബ്ലിഷ് ഫോർമൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇക്വാളിറ്റി ത്രൂ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, അതായത് വ്യത്യസ്ത പരിഗണനയിലൂടെ സമത്വം സ്ഥാപിക്കുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് ഇക്വാളിറ്റി ത്രൂ അഫർമേറ്റീവ് ആക്ഷൻ, അതായത് അനുകൂലാത്മക നടപടികളിലൂടെ സമത്വം സ്ഥാപിക്കുക എന്നുള്ളത്. സോ ദീസ് ആർ ദ 3 മെത്തേഡ്സ് ടു പ്രൊമോട്ട് ഇക്വാളിറ്റി. ഇതാണ് 3 മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. ഒന്നാമത്തത് എസ്റ്റാബ്ലിഷിംഗ് ഫോർമൽ ഇക്വാളിറ്റി, അല്ലെങ്കിൽ ഔപചാരിക സമത്വം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഇക്വാളിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോസ്, നിയമങ്ങളുടെ സഹായത്തോടു കൂടി പിന്നെ സമത്വം സ്ഥാപിക്കുക. അതായത് ഇഫ് ദർ ഈസ് എനി ഇൻഇക്വാളിറ്റി വി ക്യാൻ അബോളിഷ് ദാറ്റ് ഇൻഇക്വാളിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോസ്, നിയമങ്ങളുടെ സഹായത്തോടു കൂടി
ക്വാളിറ്റി ഇല്ലാതാക്കാനായിട്ട് കഴിയും. ഇതാണ് ഇപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക നിയമത്തിൻ്റെ സഹായത്തോടു കൂടി. സ്ത്രീകളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്താതിരിക്കാനായിട്ടൊരു നിയമം കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി രണ്ടാമതാണ് ഇക്വാളിറ്റി ത്രൂ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേക പരിഗണനയിലൂടെ സമത്വം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡിസേബിൾഡ് പീപ്പിൾ, ദേ നീഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ, അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമാണ്. സോ വി ഹാവ് ടു അറേഞ്ച് സംതിങ് ഓർ വി ഹാവ് ടു മേക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദെയർ വെൽഫെയർ. സ്ത്രീകൾക്ക് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ട്രാവലിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതാണ്. ഇനി അടുത്ത മൂന്നാമത്തതാണ് അഫോർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകൂലാത്മക നടപടികളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, പൈസ കൊടുക്കുക, എന്നിട്ട് പഠിപ്പിക്കുക. മാത്രമല്ല അറേഞ്ചിങ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ റിസർവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സംവരണം കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേക 3 മാർഗങ്ങളെന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫെമിനിസം. ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും ചോദിക്കാവുന്നതാണ്. ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക. സ്ത്രീപക്ഷവാദം എന്നൊക്കെയാണ് അതിൻ്റെ മലയാളമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ വിത്ത് മെൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത. ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. പിന്നീട് അതിനകത്തൊരു സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നുണ്ട്. ആ സോഷ്യലിസം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എമിനൻ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ എമിനൻ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ റാം മനോഹർ ലോഹ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ സപ്തക്രാന്തി എന്ന് പറയുന്ന ഒരാശയം കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സപ്തക്രാന്തി അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അതാണ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ വരുന്നത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിയുടെ 3 തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ, തുല്യരോട് തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്. അതാണ് ഇതിൽ വരുന്ന ഒന്നാമത്തതെന്ന് പറയുന്നത്. അതായത് there is no discrimination to men, women, transgenders etc. in the case of jobs or salary etc. അതായത് തുല്യ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, അവർക്ക് ഒരേ വേതനം നൽകുക. അല്ലാതെ there is no discrimination, ക്ലാസ് ആയാലും ക്ലാസിൻ്റെ ബേസിലായാലും കാസ്റ്റിൻ്റെയോ റിലിജിയൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ there is no discrimination on the basis of caste, class, religion, race, gender etc. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതാണ് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് അല്ലെങ്കിൽ ആനുപാതിക നീതി എന്ന് പറയുന്നത്. അതായത് ഈക്വൽ മാർക്സ് ആർ നോട്ട് ഗിവൺ ടു സ്റ്റുഡൻസ് who write the same exam. അതായത് ഒരു പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ മാർക്ക് കൊടുക്കുന്നില്ല. മാത്രമല്ല മാർക്സ് ആർ ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് ദർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മാർക്കുകൾ കൊടുക്കുന്നത്. ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിഫറൻറ്റ് റിവാർഡ്സ് ആർ ഗിവൺ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക്, വിവിധ പ്രതിഫലം വിവിധ വർക്കുകൾക്ക് അല്ലെങ്കിൽ വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കൊടുക്കും. ഇതാണ് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള വ്യക്തികൾ, ഓൾഡ് ഏജ് ആയിട്ടുള്ള വ്യക്തികൾ, ലാക്ക് ഓഫ് കൺവീനിയൻസ് ഫോർ ഗെറ്റിംഗ് പ്രോപ്പർ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള വ്യക്തികൾ, ഹെൽത്ത് കെയർ ലഭിക്കാത്ത വ്യക്തികൾ, ഇവർക്കൊക്കെ പ്രത്യേക കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നു. അതായത് ശാരീരിക ആവശ്യതയുള്ളവർക്കും പ്രായക്കൂടുതലുള്ളവർക്കും പഠന സൗകര്യങ്ങളില്ലാത്തവർക്കും ഒക്കെ നമ്മൾ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. സോ ദീസ് ആർ ദ
ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്, അതോടൊപ്പം തന്നെ പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്, ആനുപാതിക നീതി എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ജോൺ റോൾസ് എന്ന് പറയുന്ന വ്യക്തിയുടെ തിയറി ഓഫ് ജസ്റ്റിസ്, നീതി സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം. ഈ ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തത്തിലാണ് തിങ്കിങ് അണ്ടർ ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഒരാശയവും കൂടി വരുന്നത്. അതായത് അജ്ഞതയുടെ മൂടുപടം എന്ന് പറയുന്ന ഒരാശയം, അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അജ്ഞതയുടെ മൂടുപടം എന്ന് പറയുന്ന ആശയം, അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് അടുത്ത റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കൂടി നമുക്കൊന്ന് പ്രവേശിക്കാം. റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കൂടി നമുക്കൊന്ന് പ്രവേശിക്കാം. അതിൽ ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. നാച്ചുറൽ റൈറ്റ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ അതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് ചിലരുടെ പേരുകൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്, H.J. ലാസ്കി, ഇവരൊക്കെ ഈ നാച്ചുറൽ റൈറ്റ്സിൻ്റെ വക്താക്കളായിരുന്നു. അതായത് ഓൾ ദ റൈറ്റ്സ് ആർ ഗിവൺ ബൈ ദ നേച്ചർ, റൈറ്റുകൾ, അവകാശങ്ങൾ തന്നിരിക്കുന്നത് പ്രകൃതിയാണ് എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ മറ്റൊന്ന് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നതാണ്, ഇല്ലെങ്കിൽ വിവിധ തരം അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ പലതും വരുന്നുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സ് വരുന്നുണ്ട്, സിവിൽ റൈറ്റ്സ് വരുന്നുണ്ട്, എക്കണോമിക് റൈറ്റ്സ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ്, പൊതു തൊഴിലുകൾ സ്വീകരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ക്രിട്ടിസൈസ് ദി ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതെല്ലാം ഈ പറയുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ വരുന്നതാണ്. പിന്നീടാണ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലിബർട്ടി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള അവകാശം. ഇതൊക്കെ സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ പൗരാവകാശം അതിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് എക്കണോമിക് റൈറ്റ്സ് അല്ലെങ്കിൽ സാമ്പത്തിക അവകാശങ്ങളെന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റൈറ്റ് ടു വർക്ക്, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ഗെറ്റ് അഡ്യൂക്കേറ്റ് വേജസ്, നിശ്ചിത കൂലി ലഭിക്കാനുള്ള അവകാശം, റൈറ്റ് ടു റീസണബിൾ അവേഴ്സ് ഓഫ് വർക്ക്, നിശ്ചിത സമയം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത കൂലി ലഭിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഗെറ്റ് ലെഷർ, വിശ്രമം ലഭിക്കാനുള്ള അവകാശം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് അതിലാണ്. ഇനി അടുത്തതാണ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ബോത്ത് ദ സൈഡ്സ് ഓഫ് എ സെയിം കോയിൻ എന്ന് പറയാറുണ്ട്. ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒന്നാണ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് ഈ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത്, അതൊന്ന് വ്യക്തമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇൻഡിവിജ്വൽസിനും റൈറ്റ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽസിനും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. രാഷ്ട്രത്തിനും റൈറ്റ്സ് ഉണ്ട്, രാഷ്ട്രത്തിനും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊട്ടക്റ്റ് ദ പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുക, അത് രാഷ്ട്രത്തിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അതെന്ന് പറയുന്നത്. പിന്നീട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടപ്പിലാക്കുക, ടു എൻഷ്യൂർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നടപ്പിലാക്കുക. ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റികളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, പ്രധാനമായിട്ടും 4 റെസ്പോൺസിബിലിറ്റീസ് ഇൻഡിവിജ്വൽസിനുണ്ട്. അവകാശങ്ങൾ മാത്രം നമ്മൾ വിനിയോഗിച്ചാൽ പോരാ, വി ഹാവ് ടു പെർഫോം സോ മെനി റെസ്പോൺസിബിലിറ്റീസ് ടു ദ സൊസൈറ്റി ഓൾസോ. അതിൽ റെസ്പോൺസിബിലിറ്റീസിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് വി ഷുഡ് ആക്ട് നോട്ട് ഓൺലി ഫോർ പേഴ്സണൽ ഗെയിൻ ബട്ട് ഓൾസോ ഫോർ കോമൺ ഗുഡ്. അതായത് സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ പോരാ, പൊതു താല്പര്യങ്ങൾക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതാണ് ഒന്നാമത്തെ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് വി ഷുഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യണം. മൂന്നാമത്തത് വി ഷുഡ് ബാലൻസ് അവർ റൈറ്റ്സ്. നമ്മൾ നമ്മുടെ റൈറ്റ്സിനെ ഒന്ന് സന്തുലനം ചെയ്യണം, ബാലൻസ് ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ.
അല്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് റൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് വാഹനം ഓടിക്കാൻ അവകാശമുണ്ട്, എന്നാൽ ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതൊക്കെ നമ്മുടെ എന്താണ് റൈറ്റ്സ് ബാലൻസ് ചെയ്യുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. മറ്റൊന്ന്, വി ഷുഡ് ബി വിജിലൻ്റ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് പ്ലേസ്ഡ് ഓൺ അവർ റൈറ്റ്സ്. മറ്റൊരു നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വി ഷുഡ് ബി വിജിലൻ്റ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് പ്ലേസ്ഡ് ഓൺ അവർ റൈറ്റ്സ്. നമ്മുടെ അവകാശങ്ങളിന്മേലുള്ള ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പരിധികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ദീസ് ആർ ദ 4 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒന്നുകൂടെ പറയുകയാണ്, വി ഷുഡ് ആക്ട് നോട്ട് ഓൺലി ഫോർ പേഴ്സണൽ ഗെയിൻ ബട്ട് ഓൾസോ ഫോർ കോമൺ ഗുഡ്. നമ്മൾ പൊതു താല്പര്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കണം. സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. മറ്റൊന്ന്, വി ഷുഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി നമ്മളൊന്ന് ബഹുമാനിക്കണം. മൂന്നാമത്തത്, വി ഷുഡ് ബാലൻസ് അവർ റൈറ്റ്സ്. നമ്മളുടെ അവകാശങ്ങൾ നമ്മളൊന്ന് സന്തുലനം ചെയ്യണം. അടുത്തത്, വി ഷുഡ് ബി വിജിലൻ്റ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് പ്ലേസ്ഡ് ഓൺ അവർ റൈറ്റ്സ്. നമ്മളുടെ അവകാശങ്ങളിന്മേലുള്ള നിയന്ത്രണങ്ങളെപ്പറ്റി നമ്മൾ ബോധവാനായിരിക്കണം. ഇതൊക്കെയാണ് ഈ പറയുന്ന ചാപ്റ്ററുകളിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് മാത്രം പഠിച്ചു എന്നതുകൊണ്ട് കാര്യമാകുന്നില്ല. ഇവ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക, മറ്റുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമായ രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. താങ്ക് യു.